സ്വാമിയെ ശരണയ്യപ്പ. ഇന്നിതാ ജനുവരി 1 2024 ഞാനിപ്പോൾ ഉള്ളത് മുക്കുഴിയിലാണ്. സമയം 5 മണിയാണ്. ഇന്ന് നമുക്ക് മുക്കുഴിയിൽ നിന്ന് പമ്പയിലെത്തണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ രാവിലെ ആയപ്പം തന്നെ ആദ്യം ഒരു ഗ്ലാസ് ചായ കുടിച്ചുകൊണ്ട് തുടങ്ങാൻ വിചാരിച്ചു. ചായപ്പിടിയിൽ ഇതാ പൊറോട്ട അടിക്കുന്നുണ്ട്. അങ്ങനെ അതാ ഒരു കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കട്ടൻ ചായക്ക് 10 രൂപയാണ്. ആദ്യം ഇവിടെ ടോക്കൺ കൊടുക്കണം കേട്ടോ. 10 രൂപ അടച്ചിട്ട് നമുക്ക് ടോക്കൺ കിട്ടും. ആ ടോക്കൺ അവിടെ കൊടുത്താൽ നമുക്ക് ചായ കിട്ടുക. അങ്ങനെന്താ ടോക്കൺ കൊടുത്തിട്ടോ ചായ അടിക്കണ സ്വാമിക്ക്. പിന്നെ മുക്കുഴി ഒരു ഫോറസ്റ്റിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പം നല്ല ചൂട് കട്ടൻ ചായ ഉണ്ട് കുടിച്ചു. ആദ്യം തന്നെ ആവി പറഞ്ഞ കട്ടൻ ചായ. പൊറാട്ട അടിയൊക്കെ അവിടെ നന്നായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും നീറ്റ് വരുന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇന്നലെ താമസിച്ച തൊട്ടടുത്തുള്ള ഹോട്ടലാണ് കേട്ടോ. പിന്നെ മുക്കുഴിയിൽ മലയാരയ ക്ഷേത്ര സംരക്ഷണ സമിതിൻ്റെ ഒരു ഭദ്രകാളി ക്ഷേത്രമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ അവിടേക്കൊന്ന് കറങ്ങി വന്നിട്ടോ. തിരിച്ച് പോകുമ്പോൾ ഈ വഴിക്ക് തന്നെയാണ് പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചിട്ടൊന്ന് ആ വഴിക്കൊക്കെ പോയി. അപ്പോൾ ശബരിമലയ്ക്ക് ഇവിടുന്ന് 22 കിലോമീറ്ററാണ് ഉള്ളത്. ഈ കാണുന്നതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. അവിടേക്ക് സ്വാമിമാർ ഇന്നലെ വിരിവെച്ച് കിടന്നതാണ്. മുക്കുഴിയിൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് 7 മണിക്കാണ് തുറക്കുക. അപ്പം ഇന്ന് ചായയും കുടിക്കണം മുക്കുഴിയിൽ നിന്ന്. അങ്ങനെതാ ഒരു ഹോട്ടലിലെത്തി. അവിടെ നല്ല പുട്ടും കടലക്കറിയാട്ടോ ഓർഡർ ചെയ്തത്. നല്ല ആവി പാർന്ന പുട്ട്. രാവിലെ തന്നെ നല്ല ചൂടുള്ള പുട്ടും നല്ല അടിപൊളി കടലക്കറി. ഒരു രക്ഷയില്ല. ചൂട് നന്നായിട്ട് ചൂടാവും. പുട്ടാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല തേങ്ങയൊക്കെ ഇട്ടുള്ള പുട്ടാണ്. 3 കഷ്ണം പുട്ടും ഒരു കടലക്കറിക്കും പാടെ 70. പിന്നെ ഒരു ചായക്ക് 15 രൂപയാണ് അവിടെ ഈടാക്കുന്നത്. അങ്ങനെ അതാ സമയം ഒരു 7:15 ആയി. അപ്പം ഞങ്ങളിതാ ചായ കുടിച്ച് മുക്കുഴിയിൽ നിന്ന് പമ്പയിലേക്ക് യാത്ര ചെയ്യുവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അമ്പലമാണിത്. മല അരയ ക്ഷേത്ര സംരക്ഷണ സമിതിൻ്റെ ഭദ്രകാളി ക്ഷേത്രമാണ്. അങ്ങനെ മുക്കുഴി ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ഒന്ന് തൊഴുതു ഞങ്ങൾ. അപ്പോൾ നല്ല ആൾക്കാർ ആ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ. ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആയിരുന്നു. അവിടെ നിന്ന് നമ്മളെ സ്കാൻ ചെയ്തിട്ടാണ് ഫോറസ്റ്റുകാർ ഫോറസ്റ്റിലേക്ക് വിടുന്നത്. പിന്നെ അതാ ഇവിടെ ടോയ്ലറ്റ് യൂസ് ചെയ്യണമെങ്കിൽ 15 രൂപ കൊടുക്കണം കേട്ടോ. പിന്നെ അതേമാതിരി തന്നെ ബാത്റൂമിനാണെങ്കിൽ 25 രൂപ. പിന്നെ മൂത്രം വയ്ക്കാനാണെങ്കിൽ 5 രൂപ കൊടുക്കണം. ഇതാട്ടോ മുക്കുഴി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെയുള്ള ലൈനാണിത്. ഫോറസ്റ്റുകാർ ഇതാ 2 ലൈനാക്കി മാറ്റിയിട്ട് അവർ നമ്മുടെ മറ്റേ സ്കാനറിൻ്റെ ഉള്ളിൽ കൂടിയാണ് വിടുന്നത്. അപ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. കാരണം ഓപ്പൺ ആക്കിയ സമയമാണ്. അപ്പം രാവിലെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരേ സമയത്ത് ഇറങ്ങുന്ന സമയമാണല്ലോ. പിന്നെ ഫോറസ്റ്റുകാർ ഒരു ആപ്പ് ഉണ്ടാക്കിയാണ് അയ്യൻ എന്ന് പറഞ്ഞിട്ട്. ആ ആപ്പിൻ്റെ QR കോഡാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അത് സ്കാൻ ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ ലൈവ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ മുക്കുഴി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇതാ 7 മണിക്ക് ഇവിടെ തുറക്കും. 3:30 4:30 ആകുമ്പോൾ ഇത് ക്ലോസ് ആവും ചെയ്യും കേട്ടോ. കാരണം ഈ ഏരിയയിലൊക്കെ നല്ല വന്യമൃഗങ്ങളുണ്ട്. ആനയും മറ്റു മൃഗങ്ങളൊക്കെ ഉണ്ട്. രാവിലെ ആയതുകൊണ്ട് തന്നെ കാടൊക്കെ കാണാൻ വേണ്ടിയിട്ട് പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. ചെറുതായിട്ട് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. നടക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നു. ക്ഷീണം അറിയാത്തൊരു നടത്തായിരുന്നു. പിന്നെ ഫോറസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയതുകൊണ്ട് തന്നെ കുറേ സ്വാമിമാരുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു ആ ഒരു കുറച്ച് ഏരിയയിൽ. അപ്പോൾ ഞങ്ങൾ മുക്കുഴിയിൽ നിന്ന് പുറപ്പെട്ട്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. 7 മണിക്കാണ് ഇവിടുത്തെ ഗേറ്റ് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കിയത്. അപ്പോൾ അതിൻ്റെ നല്ല തിരക്കുണ്ട്.
പിന്നെന്താ ഇതുപോലെ കുറേ ആൾക്കാർ തലയിൽ ചുമടുമായിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഈ കരിമല ഭാഗങ്ങളിലൊക്കെ വണ്ടിയൊന്നും എത്തൂലല്ലോ, അപ്പോൾ അവിടുത്തെ കടകളിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇതുപോലെ താഴത്തുനിന്ന് തലയിൽ വെച്ച് വേണം അവർ മുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇവർ ദിവസം 4-5 പ്രാവശ്യമൊക്കെ റൂട്ടിൽ പോകുന്നതാണ് പറഞ്ഞത്. ഈ മുക്കുഴീൻ്റെ അടുത്ത് കുളിക്കാനുള്ള പുഴയോ അരുവിയോ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ അവിടുന്ന് പൈസ കൊടുത്ത് കുളിക്കണമെങ്കിൽ 25 രൂപയാണ്. പിന്നെ ഇത്രയും ആൾക്കാർക്ക് അവിടെ കുളിക്കാനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ പുതുശ്ശേരി അല്ലെങ്കിൽ പമ്പയിൽ നിന്ന് കുളിക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. ഞങ്ങളിതാ പമ്പയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുകയാണ്. ഇപ്പം ഫസ്റ്റ് വിരി വെക്കാൻ പറ്റുന്ന സ്ഥലം വെച്ചിട്ടുണ്ടെങ്കിൽ പുതുശ്ശേരിയാണ്. പുതുശ്ശേരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കരിമല കയറ്റം തുടങ്ങും. പിന്നെ കരിമല ടോപ്പ് കഴിഞ്ഞ് പിന്നെ കരിമല ഇറക്കം, പിന്നെ വലിയാനവട്ടം, ചെറിയാനവട്ടം, പമ്പ. ഇവിടുന്ന് ഏകദേശം ഒരു 22 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് പമ്പയിലേക്ക്. പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ പോകുന്ന വഴിക്ക് ഇതേമാതിരി തന്നെ നമുക്ക് വിരി വെക്കാനും പിന്നെ വെള്ളം കുടിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോയാൽ മതി, തിരക്കൂട്ടി പോകരുത്. കാരണം ബോഡി പെട്ടെന്ന് ക്ഷീണിക്കാൻ സാധ്യത കൂടുതലാണ്. ഇതേമാതിരി എല്ലാ പീടികൻ്റെ മുന്നിലും ബോർഡ് ഉണ്ടാവും, ഫ്രീ ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾക്ക് അവിടുന്ന് ഫ്രീ ആയിട്ട് വെള്ളം കുടിക്കട്ടോ. ചില സ്ഥലത്ത് തണുത്ത വെള്ളമാണ്, അതായത് സാധാ നോർമലായിട്ടുള്ള വെള്ളം. ചില സ്ഥലത്ത് ചൂടുവെള്ളം കിട്ടുക, ചില സ്ഥലത്ത് നല്ല ചൂട് ചുക്കുവെള്ളം കിട്ടും. അപ്പോൾ ഇവിടെ ഏരിയമാതിരി തന്നെ മാലിന്യങ്ങളൊന്നും വലിച്ചെറിയരുത്. പൂങ്കാവനം നമ്മൾ സംരക്ഷിക്കണം. കാരണം ഇനി എത്രയോ സ്വാമിമാർ വരാനുള്ളതാണ് ഈ അയ്യപ്പൻ്റെ പൂങ്കാവനം വഴി. അപ്പം എല്ലാവരും നോക്കിയാൽ മാത്രമേ ഇത് സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം പ്ലാസ്റ്റിക് കവറുകളൊന്നും ഇവിടെ ഉപേക്ഷിക്കാതെ വെക്കുക. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ശരിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് അനുവാദമില്ല. കുറച്ചുണ്ട് നടന്ന് നീങ്ങിയപ്പോൾ നല്ലൊരു കാട്ടരുവി കിട്ടും, നല്ല അടിപൊളി ഫ്രഷ് വെള്ളം. അതിൽ കാല് വെച്ചപ്പോൾ എന്താ ഒരു സുഖം, നല്ല തണുപ്പുണ്ടായിരുന്നു രാവിലെ ആയതുകൊണ്ട് തന്നെ. കാലൊന്നും അതിൽ കഴുകിയപ്പോൾ എന്താ അറിയില്ല, ഒരു പോസിറ്റീവായിട്ടൊരു എനർജി കിട്ടിയായിരിക്കും മൊത്തത്തിൽ. പിന്നെ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ കൂടുതൽ നേരം നിൽക്കരുത് കേട്ടോ, കാരണം ആ ഏരിയയിലൊക്കെ അട്ട കടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക. അങ്ങനെ മുക്കുഴി കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പം വെള്ളാരംചെറ്റ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിലെത്തിയിട്ടോ. അവിടെ ഇതേമാതിരി വിരിവെക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ നിങ്ങൾക്ക് ലഘുഭക്ഷണങ്ങൾ കിട്ടും, വത്തക്ക ജ്യൂസ്, സോഡ സർബത്ത്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ കിട്ടും. റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മുക്കുഴി മുതൽ കരിമല ബോട്ടം വരെ, അടിവാരം വരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാട്ടോ. റോഡ് മീൻസ് ഇതുപോലത്തെ വഴികളായിരിക്കും, ഒരാൾക്കൊക്കെ നടന്നു പോകാൻ പറ്റുന്ന ഇടുങ്ങിയ വഴികളാണ്. പിന്നെ വലിയ കയറ്റങ്ങളൊന്നും ഇല്ല കരിമലേൻ്റെ അടിവാരം വരെ. പിന്നെ വെച്ചാൽ പോകുന്ന വഴിക്ക് കുറേ ചെറിയ ചെറിയ അരുവികൾ ക്രോസ് ചെയ്യണം, അത് മാത്രമേ ഉള്ളത്. അട്ട കടിക്കാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള ഏരിയ ഈ ഒരു ഏരിയയൊക്കെ. കാരണം ചതുപ്പ് സ്ഥലങ്ങളിലാണ് അട്ട ഉണ്ടാകുക. അട്ട കടിക്കുകയാണെങ്കിൽ തന്നെ സാനിറ്റൈസർ യൂസ് ചെയ്യുക, പിന്നെ ചെറുനാരങ്ങേൻ്റെ നീര്, പിന്നെ ഉപ്പ്. അല്ലാതെ അട്ടേനെ പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അട്ട കടിച്ച ഭാഗം ഉണങ്ങുകയില്ല കേട്ടോ. അതിൻ്റെ ഒരു വിഷം നമ്മുടെ ശരീരത്തിലുണ്ടാകും, കുറേ സമയം എടുക്കും ഉണങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ പോകുന്ന വഴിക്കൊക്കെ ഇതുപോലത്തെ വഴികളാണ്. നല്ല കഠിനമായ എന്താ പറയുക യാത്രയാണ്. അങ്ങനെ കാലിന് വല്ലാതെ വേദന വരികയാണെങ്കിൽ കാലിൻ്റെ നീ സപ്പോർട്ടും പിന്നെ ആംഗ്ലറൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ കുറച്ച് വേദനയ്ക്ക് കുറവുണ്ടാവും. പിന്നെ ചില സ്വാമിമാർ ചെരുപ്പൊക്കെ ഇട്ട് നടക്കുന്നുണ്ടായിരുന്നു. കാരണം ആരും പറഞ്ഞിട്ട് കാര്യമില്ല, അതുപോലത്തെ കല്ലുകളും മുള്ളുകളും നിറഞ്ഞ വഴികളാണ് ഈ കരിമലയിലോടുള്ള വഴി. ഈ ഏരിയയിലൊക്കെ കറക്റ്റ് ഒരാൾക്ക് നടക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാട്ടോ.
ബാക്കി ചുറ്റോറും നല്ല കൊടും ഫോറസ്റ്റാണ്. അപ്പോൾ സൂക്ഷിച്ചൊക്കെ നടക്കുക, കാരണം ഈ ഏരിയയിലൊക്കെ വിഷപ്പാമ്പുകളും പിന്നെ ആനയും പിന്നെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഏരിയ ആണ്. കറക്റ്റ് ഒരാൾക്ക് നടക്കാൻ പറ്റുന്ന സ്ഥലം കേട്ടോ. പിന്നെ ഞാൻ പോയ സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഈ കരിമല വഴിക്ക് തന്നെ. ഞാൻ മണ്ഡലം 41 ശേഷമാണ് പോയത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്വാമിമാർ ഇതിലൂടെ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ലായിരുന്നു. വഴികളൊക്കെ കറക്റ്റായിട്ട് അതുകൊണ്ട് അറിയായിരുന്നു, സീനൊന്നുമില്ല. കൂടുതലും എന്താ പറയുക, തമിഴ്നാട്ടിൽ നിന്നുള്ള സ്വാമിമാരുണ്ടായിരുന്നു കേട്ടോ. കേരളത്തിൽ നിന്നുള്ളവരൊക്കെ വളരെ കുറവായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 8-9 കിലോമീറ്റർ നടന്ന് ഞങ്ങൾ പുതുശ്ശേരി താവളത്തിൻ്റെ അടുത്തെത്തിട്ടോ. ഇവിടെ കാനിറങ്ങുന്ന സ്ഥലമാണ്. പുതുശ്ശേരി ഇതാ നല്ല കുറേ ഷോപ്പുകളുണ്ടായിരുന്നു കേട്ടോ. ചായ കുടിക്കാൻ പറ്റിയ ഇതാ ബോണ്ടൊക്കെ അവിടെ ചൂടോടുകൂടി ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇതാ ഫ്രീ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്. കുറേ സ്വാമിമാർ ഫ്രീ ഡ്രിങ്കിങ് വാട്ടർ കുടിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ചില ആൾക്കാർക്ക് ഈ മധുരമുള്ള വെള്ളം ഉപ്പിട്ട വെള്ളമൊന്നും പറ്റില്ലല്ലോ. ഇവിടെ ഒരു സ്ഥലത്ത് നല്ല അടിപൊളിയായിട്ട് ഒരു ആൾ ഇതാ നല്ല കായപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കായ ബജി അവിടെ ഉണ്ട്, മുളക് ബജി അവിടെ ഉണ്ട്. കുറേ സ്വാമിമാരവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്, പിന്നെ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പുതുശ്ശേരിയും 5:30 ആകുമ്പോൾ ക്ലോസ് ചെയ്യും കേട്ടോ ചെക്ക് പോസ്റ്റ്. വൈകുന്നേരം 5:30 ഇവിടുന്ന് പോകാൻ പറ്റില്ല. അതേമാതിരി തന്നെ രാവിലെ 7 മണിക്കാണ് തുറക്കുക. ഇവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ഓഫീസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു അരുവി വരുന്നുണ്ട് കേട്ടോ. ഇത് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അധികം വെള്ളമൊന്നുമില്ല. പിന്നെ കുളിക്കേണ്ടവർക്ക് വേണമെങ്കിൽ ഇവിടുന്ന് കുളിക്കാം. അധികം വെള്ളം കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളിവിടെ ഉണ്ടല്ലേ? ഇതുപോലെ ക്രോസ് ചെയ്യണം കേട്ടോ. അതിൻ്റെ മുകളിൽ കുറച്ച് കല്ലുണ്ട്, അതിൻ്റെ മുകളിൽ ചവിട്ടിയിട്ടുണ്ട് ക്രോസ് ചെയ്യണം. അല്ലാതെ അവിടെ പാലോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അധികം ഒഴുക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. പക്ഷേ തെന്നിപ്പോകാൻ സാധ്യത ഉണ്ട്, കാരണം കല്ലിനൊക്കെ അത്യാവശ്യം വഴുക്കൊക്കെ ഉണ്ടായിരുന്നു. സൂക്ഷിച്ച് പതുക്കെ ആ റിവറുണ്ട് ക്രോസ് ചെയ്തു. നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നല്ല ക്ലിയർ വെള്ളമായിരുന്നു. ഇവിടെ നിന്ന് ഇനി 1 കിലോമീറ്ററും കൂടി ഉണ്ട് കരിമലേൻ്റെ അടിവാരത്തിലേക്ക്. അത് ഏകദേശമൊക്കെ ഇതുപോലത്തെ വഴികളാണ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴികളാണ്. പിന്നെ ഈ ഏരിയയിലൊക്കെ ഇടതൂർന്ന വനങ്ങളായിരുന്നു കേട്ടോ. നല്ല തിക്ക് ഫോറസ്റ്റാണ്. കാരണം ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കറക്റ്റ് നോക്കിയാൽ എന്താണെന്ന് മനസ്സിലാവില്ല. പിന്നെ വലിയ വലിയ മരങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു കേട്ടോ. അയ്യപ്പൻ്റെ പൂങ്കാവൻ നമുക്ക് ആസ്വദിച്ച്, പ്രകൃതിയെ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റും. നല്ലൊരു പോസിറ്റീവായിട്ടുള്ള എനർജിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല പ്യുവറായിട്ടുള്ള ഓക്സിജനും. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് വല്ല ക്ഷീണമൊന്നുമില്ലായിരുന്നു രാവിലെ ആയതുകൊണ്ട് തന്നെ. സൂര്യനെ കണ്ട് ഉദിച്ച് വരുന്നുള്ളൂ. കുറച്ചണ്ട് നടന്നപ്പോൾ ഒരു ചെറിയൊരു കാട്ടരുവി കേട്ടോ. അവിടെ ഫുള്ള് സ്വാമിമാരെല്ലാം നടന്നിട്ട് ചളി പിളിയാണ്. ഫുള്ള് ചളിയായിരുന്നു അവിടെ. അതിലൂടെ വീഴാനും സാധ്യതയുണ്ട് വഴുക്കിയിട്ട്. പിന്നെ അട്ടകടി ഏൽക്കാനും വളരെയധികം സാധ്യതയുണ്ട്. അതുപോലത്തെ ചതുപ്പ് സ്ഥലമാട്ടത്. നടക്കാനുള്ള ഗ്യാപ്പില്ലായിരുന്നു, ഫുള്ള് ചളി പിളി. പിന്നെ എന്ത് ചെയ്യാനാ, ചളി ചവിട്ടിയാണ്ട് നടന്നു. കുറേ നേരമൊക്കെ ചളി ചവിട്ടി നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അട്ട കടിക്കും.
100-ൽ 110% ഉറപ്പാ. അങ്ങനെ അതാ കുറച്ചും കൂടി മുന്നോട്ട് വന്നപ്പം വീണ്ടും ഒരു നല്ലൊരു കാട്ടരുവി കിട്ടും. അവിടെ അത്യാവശ്യം നല്ല ഒഴുക്കുള്ള വെള്ളമായിരുന്നു, നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരുന്നു, നല്ല തണുത്ത വെള്ളവും, കാലിന് ഒരു പ്രത്യേക സുഖം കിട്ടി. അതായത് മുക്കുഴിയിൽ നിന്ന് നമ്മൾ കരിമല പോകുന്നതിൻ്റെ ഇടയിൽ കുറേ ഇതേപോലത്തെ കാട്ടരുവി ഉണ്ടാവും. പ്രത്യേകിച്ച് മുക്കുഴി മുതൽ കരിമലേൻ്റെ ബോട്ടം വരെ, അടിവാരം വരെ അങ്ങനെ കരിമല കയറ്റം തുടങ്ങിയിട്ടോ. കരിമല അടിവാരം കഴിഞ്ഞ് കരിമല കയറ്റം തുടങ്ങി. കരിമല കയറ്റം കഠിനം പൊന്നയ്യപ്പ. കാരണം പോകുന്ന വഴിക്ക് കല്ലുകളും മുള്ളുകളും പിന്നെതാ വലിയ വലിയ വൃക്ഷത്തിൻ്റെ വേരുകളൊക്കെ ആയിരുന്നു. പിന്നെ ഇടതൂർന്ന വനങ്ങളുമായിരുന്നേ. ഈ കരിമലയിൽ ആനകളൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് ഇതുപോലത്തെ കുറേ കടകളായിരുന്നു കേട്ടോ. ഒരു സമാധാനം, കുറച്ചു നേരം റെസ്റ്റ് എടുക്കാനും വെള്ളം കുടിക്കാനൊക്കെ. അപ്പം എല്ലാവരും ഇതുപോലെ റെസ്റ്റ് എടുത്തിട്ട് മാത്രം പോവുക. കാരണം ശരീരം എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. പിന്നെതാ ഇവിടെ ഒരു ചെറിയൊരു മെഡിക്കൽ സപ്പോർട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് എയ്ഡും പിന്നെ അടിയന്തരമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ സപ്പോർട്ടൊക്കെ ഇവിടെ നിന്ന് കിട്ടും. ഓക്സിജനൊക്കെ അവൈലബിലിറ്റി കുറയും, കാരണം നമ്മൾ ഹൈറ്റ് കൂടി വരികയല്ലേ, അതുകൊണ്ട്. അപ്പം ചില ആൾക്കാർക്കൊക്കെ ഓക്സിജൻ കിട്ടാത്ത പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അടിയന്തരമായിട്ടുള്ള സഹായം ചെയ്തു തരുന്നതാണ്. കുറച്ചണ്ട് നടന്നപ്പോൾ ദാ വൃക്ഷങ്ങളുടെ വേര് മാത്രമേ ഉള്ളൂ. അത് സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്തിട്ടാണ് നടന്നു പോകുന്നത്. ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും വൃക്ഷത്തിൻ്റെ വലിയ വൃക്ഷത്തിൻ്റെ വേരുകളാണ്. അതിൻ്റെ ഇടയിൽ ഇതാ വലിയ കല്ലുകളുണ്ട്. എല്ലാവരും അപ്പം ആ വൃക്ഷത്തിൻ്റെ വേരൊക്കെ ചവിട്ടിയിട്ടാണ് നടക്കുന്നത്. കുറച്ചണ്ട് നടന്നപ്പോത്തിന് തന്നെ നന്നായിട്ട് കിതയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം കരിമല അത്യാവശ്യം നല്ല കയറ്റാണ്. അങ്ങനെ ഓൾമോസ്റ്റ് വലിയ കയറ്റങ്ങളൊക്കെ കഴിഞ്ഞു.
നിങ്ങൾ ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ ഒരു വട്ടെങ്കിലും ഈ കരിമല വഴിയുള്ള യാത്ര പോകണം കേട്ടോ. കാരണം അത്രയും അടിപൊളി തന്നെയായിരുന്നു. നിങ്ങൾ കാടിനെയും പ്രകൃതിനെയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു വല്ലാത്തൊരു അനുഭവമായിരിക്കും ഇതിലൂടെയുള്ളൊരു യാത്ര. ഇപ്പം നമ്മുടെ മലയാളികൾ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. കാരണം അത്യാവശ്യം നല്ല നടക്കാനുണ്ടേ. അങ്ങനെ അതാ കുറച്ച് മുകളിലേക്ക് എത്തിയപ്പോൾ അവിടെ ഒരു മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടൊരു ദേവീൻ്റെ ഒരു വിഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എല്ലാവരും വന്ന് തൊഴുതിട്ടാണ് പോകുന്നത്. കരിമല ഏറ്റവും ടോപ്പ് എത്തിയില്ല, കുറച്ചും കൂടി ഉണ്ട് ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. మరి జీవితంలో తినకూడదని మరి నువ్వు అప్పుడు అయ్యప్ప స్వామికి ప్రేమగా వదిలేసి అది చేయాలి. నువ్వు 10 రోజులు వస్తాను 50 రోజులు వస్తాను ఏదో చేసుకో మంచిది. അങ്ങനെതാ ഞങ്ങൾ ഓൾമോസ്റ്റ് കരിമല ടോപ്പിലെത്തിയിട്ടോ. ഇവിടെ അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിൻ്റെ വക നല്ല ചൂടുള്ള ഡ്രിങ്കിങ് വാട്ടർ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറേ സ്വാമിമാർ റെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നേ. കരിമല കയറ്റം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കരിമല ഇറക്കാണ്. കരിമല ടോപ്പിൽ ഇതാ അയ്യപ്പൻ്റെ ഒരു അമ്പലമുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഇതാ അയ്യപ്പൻ്റെ കാണിക്കിടാൻ വേണ്ടിയിട്ടൊരു വലിയൊരു കാണിക്കവഞ്ചി ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് തേങ്ങ പൊട്ടിക്കാനുള്ള സ്ഥലമുണ്ടേ. കരിമല ടോപ്പിലുള്ള അയ്യപ്പൻ്റെ പ്രതിഷ്ഠയാണ് ഈ കാണുന്നത്. അതിൻ്റെ അടുത്ത് കുറേ വാളുകളൊക്കെ ഉണ്ട്. അതിന് തൊട്ടടുത്തത് ഒരു പുതിയ വാള് ആരോ നേർച്ച കൊടുത്താണ്. കുറേ വാളുകളുണ്ട് അതിൻ്റെ അടുത്ത്. എല്ലാവരും ഇവിടെ പ്രാർത്ഥിച്ചിട്ടാണ് അയ്യപ്പനെ കാണാൻ പോവുക. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ തേങ്ങ പൊട്ടിക്കാനുള്ള സൗകര്യത. ഇവിടെ തേങ്ങയും പൊട്ടിക്കും. പിന്നെ കരിമലേൻ്റെ മുകളിൽ കഞ്ഞി ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഉച്ചയ്ക്ക്. അപ്പോൾ കഞ്ഞി കുടിക്കാവുന്നവർക്ക് കഞ്ഞി കുടിക്കുക. പിന്നെ ഇവിടെ കുറേ കടകളുണ്ടായിരുന്നു, പഴമായിട്ടും പിന്നെ ബോണ്ട, ബജികൾ, പിന്നെ ഫുഡ് ഒക്കെ കിട്ടും. പിന്നെ ഇതാ മാഗി നൂഡിൽസും ഉണ്ടായിരുന്നു. അങ്ങനെ കരിമലയിൽ നിന്ന് ഇനി പമ്പയിലേക്ക് 5 കിലോമീറ്റർ ഉള്ളത്. പക്ഷെ 5 കിലോമീറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറക്കാട്ടോ. അങ്ങനെ ഞാൻ കരിമല അയ്യപ്പനെയൊക്കെ തൊഴുത് ഇറങ്ങാണ്. ഇറക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെങ്കുത്തായ ഇറക്കാണ്. നമ്മൾ കാലൊക്കെ ഒന്ന് സ്ലിപ്പായിട്ടുണ്ടെങ്കിൽ താഴെ എത്തും, അതുപോലത്തെ ഇറക്കാണ്. പിന്നെ മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട, അത്രയും സ്ലിപ്പാവും. ഞാൻ പോയെന്ന് എന്തായാലും മഴയൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ലാതെ നടന്നിറങ്ങി. പിന്നെ കുറേ ആൾക്കാരെ കയ്യിൽ സപ്പോർട്ടായിട്ട് ഒരു വടി കാണും കേട്ടോ. കാരണം നമുക്ക് കുത്തിപ്പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലത്തെ ഹെവി ചെങ്കുത്തായ സ്ഥലങ്ങളിലൊക്കെ ചെറിയ ഇതേമാരത്തെ പൈപ്പ് കേരള ഫോറസ്റ്റ് സ്ഥാപിച്ച് വെച്ചിരുന്നു കേട്ടോ, അത് പിടിച്ചിറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം ആ സപ്പോർട്ടില്ലെങ്കിൽ എന്തായാലും അവിടുന്ന് മറിഞ്ഞു വീഴുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പോകുന്ന വഴിയൊക്കെ ഇതുപോലത്തെ വഴികളായിരുന്നു. അങ്ങനെ ആ കരിമല ഇറങ്ങി വരുമ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച കേട്ടോ. കേരള ഫോറസ്റ്റിൻ്റെ ആൾക്കാർ ഈ അയ്യപ്പ ഭക്തന്മാരിട്ട പ്ലാസ്റ്റിക് കവറുകളൊക്കെ ശേഖരിക്കുന്നത് അതൊരു വല്ലാത്തൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അവർ നടന്നിട്ട് ഈ നിലത്ത് ഇവർ ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളും മറ്റും പെറുക്കി പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുകയാണ്. അപ്പം എന്താ പറയുക, അയ്യപ്പൻ്റെ പൂങ്കാവനം ഇതുപോലെ നശിപ്പിക്കരുത്. ഈ പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഇട്ടിട്ട് അത് നമ്മളായിട്ടത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വേറൊരു ഡ്യൂട്ടി ഉണ്ടാവില്ല. കാരണം എല്ലാവരും ഇതേമാതിരി ഈ പ്ലാസ്റ്റിക് കവറുകൾ ഇടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ
പിന്നെ ഈ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഈ പ്ലാസ്റ്റിക് കവർ വെറുക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പോകുന്നവർ ശ്രദ്ധിക്കുക, പ്ലാസ്റ്റിക് കവറുകളും ഒന്നും ഈ ഫോറസ്റ്റിൽ ഇടരുത്. കാരണം വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അവർ എന്താ പറയുക, അതെടുത്ത് കഴിക്കാനൊക്കെ സാധ്യതയുണ്ട്. അത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ജീവൻ തന്നെ ഭീഷണിയായി മാറും. അതുകൊണ്ടാണ് ഈ പറയുന്നത്, ഈ പ്ലാസ്റ്റിക് കുപ്പികളും ഈ പ്ലാസ്റ്റിക് കവറുകളൊന്നും ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരരുതെന്ന്. എന്നിട്ടും അതൊന്നും അനുസരിക്കാതെ കൊണ്ടുവരികയും പിന്നെ അത് അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു വട്ടം കൂടി പറയാണ്, നമ്മുടെ അയ്യപ്പൻ്റെ പൂങ്കാവനം നമ്മൾ തന്നെ കാത്ത് സംരക്ഷിക്കണം. അപ്പോൾ അതാണ് പറയുന്നത്. കാരണം ഇനിയും എത്രയോ തലമുറയുള്ള അയ്യപ്പൻ ഭക്തന്മാർ ഇവിടെ വരാനുള്ളതാണ് ഈ കാനനപാതയിലൂടെ. അപ്പം ഇത് നമ്മൾ നശിപ്പിക്കരുത് ഒരിക്കലും. നമ്മളാണിത് സംരക്ഷിക്കേണ്ടത്. അങ്ങനെ നടന്ന് വലിയാനവട്ടത്തിൻ്റെ അടുത്തെത്തിട്ടോ. അതായത് ഓൾമോസ്റ്റ് ഇറക്കമൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് ചെറിയാനവട്ടം ഉണ്ട്. അതൊക്കെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയാണ്. അങ്ങനെ ഇറക്കെല്ലാം കഴിഞ്ഞ് വലിയാനവട്ടത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പമ്പാ നദി കാണാൻ പറ്റും കേട്ടോ. ഇവിടെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ അത് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നല്ല, അത്ര അടിപൊളി തന്നെയായിരുന്നു. അങ്ങനെ ഇവിടെ നിന്നൊരു കുളിയുണ്ട് പാസ്സാക്കി. നല്ല അടിപൊളി തണുത്ത വെള്ളമായിരുന്നു. പിന്നെ അവിടെ ഈ ഉരുളൻകല്ലുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അത്യാവശ്യം നല്ല വഴുക്കുണ്ടായിരുന്നു. അങ്ങനെ കുളി കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു തമിഴ്നാട് ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ളൊരു ട്രസ്റ്റ് നല്ല അന്നദാനം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സാമ്പാർ സാദം, തൈര് സാദം, രസം സാദം. ഞാൻ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഏരിയയിൽ ഈ വലിയാനവട്ടത്ത് കുറേ സമിതികൾ ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. കന്നഡക്കാരും പിന്നെ ആന്ധ്രക്കാരും പിന്നെ തമിഴ്നാട്ടിലെ ആൾക്കാരും കേരളത്തിലെ ആൾക്കാരൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് ട്രസ്റ്റിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ നിങ്ങൾക്ക് സംഭാവന എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. എന്തായാലും നല്ല അടിപൊളി ഫുഡായിരുന്നു, നല്ല ഹോസ്പിറ്റാലിറ്റി, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ട്രസ്റ്റ് ആട്ടോ അത് ഇവിടെ കൊടുക്കുന്നത്. ഇതിൻ്റെ അടുത്തൊക്കെ ഇതേമാതിരി ഓരോ ട്രസ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭാവന കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതേമാതിരത്തെ ട്രസ്റ്റിൽ കൊടുക്കുക. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും നടക്കാൻ തുടങ്ങി. ഇനി ചെറിയാനോട്ടെത്തണം. ഇവിടുന്ന് ചെറിയാനോട്ടത്തേക്ക് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ ഉള്ളിലുണ്ട്. അതും ചെറിയ കയറ്റങ്ങളായിട്ടുള്ള വഴികളൊക്കെയാണ്, അധികം കുത്തനുള്ള കയറ്റങ്ങളൊന്നുമല്ല. പക്ഷെ ഇവിടെ വേറെ വണ്ടിയൊക്കെ വരും കേട്ടോ. വലിയാനവട്ടം ഏരിയയിലൊക്കെ വണ്ടി ഒക്കെ എത്തും. അങ്ങനെ ഞങ്ങൾ നടന്ന് ചെറിയാനവട്ടത്തെത്തി. അവിടെ ഇതേമാതിരി നിങ്ങൾക്ക് വിശ്രമിക്കാൻ പറ്റുന്ന കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയാനവട്ടത്തു നിന്ന് പമ്പയിലേക്ക് ആകെ ഒരു 200 മീറ്ററിൻ്റെ അടുത്തേ വരുന്നുള്ളൂ. പിന്നെ ഈ ചെറിയാനവട്ടത്ത് വലിയൊരു സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ആ പ്ലാന്റ്, സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. ഇവിടുന്ന് തന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയാണ്. സൈഡിലൂടെ നമുക്ക് പമ്പ നദിയൊക്കെ കാണാൻ പറ്റും.
അങ്ങനെതാ നടന്ന് നമ്മൾ പമ്പയിലേക്ക് എത്തിയിട്ടോ. നമ്മളിതാ പമ്പയിൽ ഗണപതി കോവിലിൻ്റെ ആ ഭാഗത്തേക്കാണ് എത്തുക. ഇവിടെയൊക്കെ കുറേ വിരി വെക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. ഇവിടെ വിരി വെച്ചിട്ട് നിങ്ങൾക്ക് പമ്പ നദിയിൽ പോയി കുളിക്കാനൊക്കെ പറ്റും. പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള കുറേ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മുക്കുഴി മുതൽ പമ്പ വരെയുള്ള വീഡിയോ ആയിരുന്നു. അപ്പം ഈ ഒരു സീരീസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണിത്. എപ്പിസോഡ് ഇത് 4ാമത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതായത് കോഴിക്കോട് നിന്ന് നമ്മൾ ശബരിമലയ്ക്കുള്ളൊരു എപ്പിസോഡായിരുന്നു. പമ്പ വരെയുള്ള വീഡിയോ ആണ് ഷൂട്ട് ചെയ്തത്. അതിൽ നമ്മൾ എരുമേലി പേട്ടതുള്ളലും പിന്നെ കരിമല യാത്രയൊക്കെ ഡീറ്റെയിൽ ആയിട്ടിട്ടാണ്. പിന്നെ നമ്മൾ പോയ എല്ലാ അമ്പലത്തിൻ്റെ വീഡിയോസും ഉണ്ട്. ഇനി പമ്പ ഗണപതി കോവിലിൽ പോയിട്ട് തേങ്ങ മുട്ടെടുത്ത് പമ്പ ഗണപതിയെ തൊഴുതിട്ട് അതിൻ്റെ അടുത്താണ് വെർച്വൽ ക്യൂവിൻ്റെ ഇതുള്ളത്. നിങ്ങൾക്ക് ക്യൂവിൻ്റെ ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആധാർ കാർഡ് കാണിച്ചു കൊടുത്ത് കയറാൻ പറ്റും. പിന്നെ നീലിമല, അപ്പാച്ചിമേട്, ശബരിപീഠം, ശരംകുത്തി വഴി സന്നിധാനത്തെത്തണം. അപ്പം ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നല്ല ഡിലേ ആയി. അതുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു 14 മണിക്കൂർ വരി നിന്നിട്ടാണ് ഞാൻ അയ്യപ്പനെ തൊഴുതത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ല എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. ബൈ.